വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്തുകൊണ്ടാണ് ഇത്രയും നാൾ വൈകിയത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണം. ഈ കരാറ് തന്നെ ഇങ്ങനെ നടപ്പാക്കുന്നതിൽ തന്നെ വലിയ ദുരൂഹതകളുണ്ട്. കാരണം ഇത് അദാനിക്ക് വലിയ അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു കാര്യം, ഈ ലോകത്തിന്റെ ട്രേഡ് നടക്കുന്നത് നമുക്കറിയാത്ത, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം, ലോകത്തിലെ ഗ്ലോബൽ ട്രേഡ് നടക്കുന്നതിന്റെ ഏതാണ്ട് 90% കടലിലൂടെയാണ്. വലിയ കപ്പലുകൾക്ക് പോലും വന്നിറങ്ങാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമായി മാറാമായിരുന്നൊരു കാര്യമാണ്. ഇതിലെനിക്ക് വലിയൊരു വിമർശനമുള്ളത്, കേന്ദ്ര ഗവൺമെൻറ്റുകൾ പോലും ഇതിനകത്ത് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടില്ല. ഇപ്പം പിന്നിലുള്ള പ്രശ്നം, നമ്മുടെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ഒരു ഭാവനയുമില്ലാത്ത, വെറും വിവരമില്ലാത്ത ആളുകളാണ്. ഇപ്പോഴും ഈ പോർട്ട് വന്നതിൻ്റെ മുഴുവൻ പ്രയോജനവും നമുക്ക് കിട്ടണമെങ്കിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് അവർ ചെയ്തിട്ടില്ല. സത്യത്തിൽ അങ്ങനെ തിരുവനന്തപുരത്ത് സാധ്യമാകുന്ന രീതിയിൽ ഈ വിഴിഞ്ഞം പോർട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഒന്നുകൂടി റീവർക്ക് ചെയ്യേണ്ടതാണ്. ആര്? കേരള ഗവൺമെൻറ് ചെയ്യുമെന്ന് നമുക്കൊരു പ്രതീക്ഷയില്ല. കാരണം നമ്മുടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ വൈറ്റിൽ അങ്ങ് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വൈറ്റിലെ ടൗൺ അങ്ങോട്ട് തനിയെ ഡെവലപ്പ് ചെയ്യും. ദുബായ് പോർട്ട് വരുന്നു, ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഈ പോർട്ട് വരുന്നു, ഇപ്പോൾ ചൈനയിലെ ഏറ്റവും വലിയ ഷാങ്ഹായ് പോർട്ട് വരുന്നു. ഈ പോർട്ടുകളൊക്കെ വളരെ പ്രൊഫഷണലി ആ രാജ്യത്തുള്ള ആളുകൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇതിനുള്ള മിടുക്കന്മാരില്ലാഞ്ഞിട്ടാണോ? ഇന്ത്യയിൽ ഇതുപോലെയുള്ള മിടുക്കന്മാരില്ലാഞ്ഞിട്ടാണോ? അല്ല, നമ്മൾ സമ്മതിക്കില്ല. നമസ്കാരം സർ. ഇപ്പോഴുള്ള തർക്കം എന്ന് വെച്ചാൽ വിഴിഞ്ഞം പദ്ധതിനെ കുറിച്ചാണല്ലോ. സത്യത്തിൽ ഇതിന്റെ പിതൃത്വാവകാശം ആർക്കാണുള്ളത്? നമ്മളൊരു പ്രൊജക്റ്റ്, എന്നെ സംബന്ധിച്ച് ഈ ചോദ്യം വളരെ നിരാശപ്പെടുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ കാര്യം, ഞാൻ ഇന്നലെകൾ മുതൽ നമ്മുടെ എല്ലാ വാർത്താ മാധ്യമങ്ങളും കാണുമ്പോൾ മാധ്യമങ്ങളുടെ ഏതാണ്ട് 80% ചർച്ച ചെയ്യുന്നത് ഇത് ആരുടെ കുഞ്ഞാണ് എന്നുള്ളതാണ്. അതായത് വിഴിഞ്ഞം ആർക്ക് അവകാശപ്പെട്ടതാണെന്നുള്ളതാണ്. സത്യത്തിൽ നമ്മൾ ഇൻ്റർനാഷണൽ ചാനലുകളെയൊക്കെ കണ്ട് പഠിക്കേണ്ടതാണ്. ഒരു പദ്ധതി, പ്രൊജക്റ്റ് നിലവിൽ വരുന്നു. ആ പ്രൊജക്റ്റ് നിലവിൽ വരുമ്പോൾ അതുകൊണ്ട് ജനത്തിനുണ്ടാക്കാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മളിവിടെ വരുന്നതിൻ്റെ അടിസ്ഥാന വികസനം എന്താണ് എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യാനാണ് നമ്മൾ 80% സമയം എടുക്കേണ്ടത്. പക്ഷെ നമ്മുടെ ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കാൻ സമയമില്ലാത്തത് കൊണ്ടിട്ടും പോർട്ടുകളെക്കുറിച്ചുള്ള എന്തെങ്കിലും അറിവോ അല്ലെങ്കിൽ കൃത്യതയോ ഒന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് വെറുതെ രാവിലെ എഴുന്നേറ്റിരുന്ന് ഇത് ഉമ്മൻചാണ്ടിയാണോ അതോ കടൽ കൊള്ള എന്ന് പറഞ്ഞ് പിണറായി വിജയൻ മറ്റേ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ്. സത്യത്തിൽ ഇത് ഉമ്മൻചാണ്ടിയാണ്. പിന്നെ അടുത്ത ആരോപണം കൂടി, ഞാനിപ്പോൾ അടുത്ത ചോദ്യം കൂടി മിക്കവാറും അർച്ചന പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണേ, ഞാൻ അങ്ങോട്ട് പറയാം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് വലിയ മോശമായി പോയില്ലേ, അയ്യേ നാണക്കേട് എന്നൊക്കെ ഉള്ളതാണ്. സത്യത്തിൽ ഇതൊന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്തുകൊണ്ടാണ് ഇത്രയും നാൾ വൈകിയത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണം. കാരണം ഇത് ഏതാണ്ടൊരു 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ വിഴിഞ്ഞം ഒരു തുറമുഖം പോലെയൊക്കെ പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നൊരു വാദമുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറച്ച് ചരിത്രപരമായിട്ടുള്ള രേഖകളുണ്ട്. ഇതെല്ലാം പോട്ടെ, സർ CP-യുടെ കാലത്ത് ഇതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ പല രാജാക്കന്മാരൊക്കെ ഭരിച്ചിരുന്ന കാലത്ത് ആലോചിച്ചിരുന്നു എന്നുള്ളത്. അതിനുശേഷം പോലും നമ്മൾ ഏറ്റവും ഒടുവിൽ ഇത് ഒപ്പിട്ടത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ്. നമ്മളിത് 2015 ഇത് MOU ആയി ഒപ്പിടുന്നത്. അതിന് മുമ്പ് സത്യത്തിൽ വേറൊരു MOU ഉണ്ട്. ഞാനിപ്പോൾ വിസ്താരഭയം കൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതായത് ഒരു കുമാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുമായി ചേർന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വേറൊരു MOU ഇതിൻ്റെ കാലത്ത് സൈൻ ചെയ്തിട്ടുണ്ട്. അത് പോട്ടെ, ഞാൻ പറയുന്നത് 2015 ഇപ്പോൾ നമ്മളെ വിഴിഞ്ഞം കരാർ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഒപ്പിടുന്നത്. ആ ഒപ്പിടുന്നതിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അവസാനിക്കുന്നതിന് 6 മാസങ്ങൾക്ക് മുമ്പാണ് പിന്നീട് ആ കരാർ ഒപ്പിട്ടിട്ടുള്ളത്. പിന്നീട് ഭരിച്ചത് മുഴുവൻ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ ഗവൺമെൻറ്റാണ് കൃത്യമായി പറഞ്ഞാൽ. ആ പിണറായി വിജയൻ ഗവൺമെൻറ്റൊക്കെ ഇതിനകത്ത് ഒരുപാട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് കെ കരുണാകരൻ്റെ ഭാഗത്ത് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ആരുടെയെങ്കിലും കൊച്ചാണോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മോനാണോ മോളാണോ എന്നുള്ളതൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. ഇത് ഗവൺമെൻറ്റുകൾ ഒരു തുടർച്ചയാണ്. പല ഘട്ടങ്ങളിലും ഇതിനെ എതിർത്തിട്ടുണ്ട്. ഇപ്പോൾ പിണറായി വിജയനക്കെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്താ? ദേശാഭിമാനിയിൽ കടൽ കൊള്ള എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ വന്നു എന്നുള്ളതാണ് ആരോപണം. ശരിയാണ്, കടൽ കൊള്ള എന്ന് പറഞ്ഞ ആരോപണം വന്നു. 5000 കോടി രൂപയുടെ പ്രൊജക്റ്റിന് 6000 കോടി രൂപയുടെ അഴിമതി ആരോപണം അവർ ഉന്നയിച്ചു. കാരണം അന്നത്തെ ചുറ്റുപാടുമുള്ള റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ടാണ് ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത്. അതിൽ മുഴുവൻ കാര്യങ്ങൾക്കും കഴമ്പില്ല എന്നൊന്നും നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല ആ അഴിമതി ആരോപണങ്ങളിൽ. കാരണം
എന്തിനാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഏറ്റവും അവസാനത്തെ മാസം 6 മാസം മുമ്പ് ഈ കരാർ പോയി ഒപ്പിട്ടത്? ആ കരാർ ഒപ്പിട്ടതിൽ തന്നെ ഒരു വലിയ സംഖ്യ നമ്മുടെ സ്ഥലമായും അതുപോലെ തന്നെ പണമായും ഒക്കെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ മുടക്കുന്നതിൽ നിന്ന് അടുത്ത 15 കൊല്ലത്തേക്ക് നമുക്ക് 1 രൂപ പോലും കിട്ടില്ല എന്നുള്ള നിലക്ക് അദാനിയുമായിട്ടൊരു കരാർ ഒപ്പിട്ടത് എന്താണ് എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ നിരവധി ഉണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് ഇതൊന്നുമല്ല. ഈ പറയുന്ന പിണറായി വിജയനടക്കം ഇപ്പം ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ചാനലുകളിൽ പ്രഗത്ഭമായ പല ചാനലുകളിലൊക്കെ ഞാൻ ചിലർ പിണറായി വിജയനോടുള്ള വിരോധം കൊണ്ടിട്ട് പിണറായി വിജയൻ ഇതിനകത്ത് ഒരു പങ്കുമില്ല എന്നാണ് ചിലർ പറഞ്ഞേക്കുന്നത്. കെ കരുണാകരനാണ് ഇതിനകത്ത് പങ്കെന്നാണ് പറയുന്നത്. ഇതിലൊന്നും ഒരു അടിസ്ഥാനമില്ല. ഈ പോർട്ടുകളും അതുപോലെ തന്നെ എയർപോർട്ടുകളും എല്ലാം തന്നെ വികസന പ്രവർത്തനങ്ങൾ ഒരു ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ്. സത്യത്തിൽ ഉമ്മൻചാണ്ടി കരാർ ഒപ്പിട്ടു, പക്ഷെ അതിനുശേഷം പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷവും ഇതിൻ്റെ പുറത്ത് ഒരുപാട് നടപടിക്രമങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അത്തരത്തിലുള്ള കോൺട്രിബ്യൂഷനൊക്കെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ കുറച്ചുകൂടി കൂടുതൽ നമ്മൾ ഒരു വെയിറ്റേജ് കൊടുക്കേണ്ടത് എം വി രാഘവനും അതുപോലെ തന്നെ കെ കരുണാകരനൊക്കെയാണ്. കാരണം കുറച്ചുകൂടി ഒരു ഭാവന സമ്പന്നമായിട്ടുള്ള ഒരു ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഇടപെടലിൻ്റെ പുറത്ത് തന്നെ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെയും അതുപോലെ തന്നെ ഇപ്പോൾ ഈവൻ ഇപ്പോഴുള്ള CPM പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നോക്കിയുള്ള ഇടപെടലുകളിൽ പോലും ചില കാര്യങ്ങൾ കൂടിയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് അവർക്ക് ഗുണം കിട്ടുന്ന പല കാര്യങ്ങളും കൂടി ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഗുണം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഒരു 300 കോടി രൂപയുടെ അഴിമതി ആരോപണം ഇടയ്ക്ക് ഉയർന്നു കേട്ടിരുന്നു. അത്തരത്തിൽ പല അഴിമതി ആരോപണങ്ങളൊക്കെ ഉയർന്നു കേൾക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന ചില സാഹചര്യ തെളിവുകളൊക്കെ എനിക്കുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ പോലും അദാനിയുടെ ഗ്രൂപ്പിൻ്റെ കേരളത്തിലെ PR നമ്പർ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നു. അത് വിളിച്ചിട്ടുണ്ടെങ്കിൽ സംഭാവന കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ വിളിച്ചില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പല രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. നമ്മുടെ ജനാധിപത്യത്തിൽ ഇത്തരത്തിൽ കൊച്ചു കൊച്ചു അഴിമതികളൊക്കെ ചിലപ്പോൾ നടന്നേക്കാം. പിന്നെ എല്ലാവരും പറയുന്ന അടുത്ത കാര്യം, പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷം വിജിലൻസ് അന്വേഷണം വെച്ചിരുന്നു, അതുപോലെ തന്നെ ജുഡീഷ്യൽ അന്വേഷണം വെച്ചിരുന്നു. ഈ 2 അന്വേഷണങ്ങളിലും ഉമ്മൻചാണ്ടിക്ക് ഒരു ക്ലീൻ ചിറ്റ് കൊടുത്തു എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അതിലൊന്നും ഒരു അടിസ്ഥാനമില്ല. എന്താ കാര്യം? നമ്മളിവിടെ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും മുൻപത്തെ രാഷ്ട്രീയ പാർട്ടിയിൽ ആരെങ്കിലും അഴിമതി നടത്തിയാൽ ശിക്ഷിക്കപ്പെടാറുണ്ടോ? ഇല്ല. ബാലകൃഷ്ണപിള്ള ഒഴികെ മറ്റാരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പം പിന്നെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ മുമ്പിലോ ഈ വിജിലൻസ് എൻക്വയറിക്ക് മുമ്പിലൊന്നും ഈ ആരോപണം ഉന്നയിച്ചവർ പോലും വളരെ കൃത്യമായി ഒരു തെളിവ് കൊടുക്കാനോ മൊഴി കൊടുക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. ഇതൊക്കെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. പക്ഷേ CPM കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ഒരുപാട് പുറകോട്ടടിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഏതൊരു വൻകിട മുതലാളിയും വന്ന് ഇവിടെ എന്തെങ്കിലും സംരംഭം തുടങ്ങിയാൽ അവൻ വൃത്തികെട്ടവനും മോശക്കാരനുമാണ് എന്നുള്ള നിലക്കുള്ളൊരു ധ്വനിയും ഇവിടെ തൊഴിലാളികളെ വെച്ചിട്ടുള്ള പല വിധത്തിലുള്ള ഈ കടൽ കൊള്ള എന്നൊക്കെ പറഞ്ഞുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും സമരം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയൊരു തമാശ കൂടി പറയാം. ഇതേ പിണറായി വിജയൻ തന്നെ ഇവിടെ വിഴിഞ്ഞം പോർട്ട് വരണം എന്ന് പറഞ്ഞ് മനുഷ്യച്ചങ്ങല തീർത്തിട്ടുണ്ട്. പിണറായി വിജയൻ മനുഷ്യച്ചങ്ങലയിൽ ആദ്യ കണ്ണിയായിക്കൊണ്ട് ഇവിടെ കേരളത്തിൽ മനുഷ്യച്ചങ്ങല തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് എന്താ? ലാറ്റിൻ കാത്തലിക്കിൻ്റെ ബിഷപ്പും അവരൊക്കെ നേതൃത്വം കൊടുക്കുന്ന സമരമുണ്ടായപ്പോൾ പോലും BJPയും CPMഉം തമ്മിൽ കൈകോർത്തുകൊണ്ട് അവിടെ ഇതിനെ തടഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൽ ശശി തരൂർ അടക്കമുള്ള ആളുകൾ വിഴിഞ്ഞം പദ്ധതിക്ക് അനുകൂലമാണ്. അപ്പോൾ പദ്ധതി നടപ്പിലാക്കേണ്ടതാണ്. ആ നടപ്പിലാക്കുന്നത് ഇവരിൽ ഓരോരുത്തരും ചെറിയ ചെറിയ റോളുകൾ വഹിച്ചിട്ടുണ്ട്. ചിലരൊക്കെ റോളുകൾ വഹിച്ചതിന് പ്രതിഫലവും അവർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ, ഈ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ എല്ലാം ക്ലീനാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കരാറ് തന്നെ ഇങ്ങനെ നടപ്പാക്കുന്നതിൽ തന്നെ വലിയ ദുരൂഹതകളുണ്ട്. കാരണം ഇത് അദാനിക്ക് വലിയ അഡ്വാൻറ്റേജ് കിട്ടുന്നൊരു കാര്യം ആണ്. പക്ഷെ എങ്കിലും അങ്ങനെ നടപ്പാക്കട്ടെ എന്നാണ് ഞാനടക്കം വിചാരിക്കുന്നത്. കാരണം നമ്മളിവിടുത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് ഒരു ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു എയർപോർട്ട് മാനേജ്മെൻറ്റ് വിദഗ്ധനെ കൊണ്ടുവന്ന് ഈ പ്രൊജക്റ്റ് നടപ്പാക്കാനുള്ള കെൽപ്പൊന്നും നമുക്ക് ഇല്ല, നമ്മൾ ചെയ്യുകയില്ല. അപ്പോൾ സത്യത്തിൽ കുറച്ചൊക്കെ അഴിമതി നടന്നാലും ഇനി അദാനിക്ക് ഗുണം കിട്ടിയാലും സത്യത്തിൽ അടുത്ത തലമുറക്കെങ്കിലും മിക്കവാറും ഇതിൻ്റെ ഗുണം കിട്ടും. കാരണം 40 കൊല്ലം കഴിഞ്ഞാണ് അദാനി അവിടെ നിന്ന് പോകും എന്ന് പറയുന്നത്. 60 കൊല്ലം കഴിഞ്ഞാണ് അദാനി അവിടെ നിന്ന് പോർട്ട് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവുള്ളൂ. അന്ന് അദാനി ഉണ്ടാവില്ല, മിക്കവാറും നമ്മൾ ഉണ്ടാവില്ല. താങ്കൾ ഉണ്ടാവുമായിരിക്കും, ഞാൻ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് അടുത്ത തലമുറക്കായിരിക്കും ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവുക.
പക്ഷെ അപ്പോഴും എൻ്റെ ഡൗട്ട് ഈ അദാനിയൊക്കെ ഇത് ഏൽപ്പിച്ചിട്ട് പോകുമോ എന്നുള്ളതാണ്. കാരണം പലപ്പോഴും നമ്മളിവിടെ ടോള് തുടങ്ങുന്ന പോലെയാണ്, ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവസാനിക്കില്ല. എന്തെങ്കിലും വകുപ്പൊക്കെ കണ്ടുപിടിച്ച് ഇവർ തന്നെ വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്യും. അതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പക്ഷെ പോർട്ട് നമ്മുടെ ഇവിടെ വൈകിപ്പോയി എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. 2015 തുടങ്ങി, 2019 കമ്മീഷൻ ചെയ്യേണ്ടതാണ്, 2018 പ്രളയം വന്നു, 2019 നമ്മുടെ പല കാര്യങ്ങളുണ്ടായി, കോവിഡ് വന്നു, അങ്ങനെ കല്ല് കിട്ടാനില്ലാത്ത അവസ്ഥ വന്നു, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടായി. പക്ഷേ പോർട്ട് ഇപ്പോൾ നടപ്പിലായിരിക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ പടി മാത്രമേ നടന്നിട്ടുള്ളൂ. സത്യത്തിൽ ഇന്നിപ്പോൾ ഒരു ഷിപ്പ് കയറ്റിയിട്ട് ആ ഷിപ്പ് ഇറക്കിയാൽ മാത്രമേ അടുത്ത ഷിപ്പ് കയറ്റാൻ പറ്റുള്ളൂ. അറ്റ് എ ടൈം 30 ഷിപ്പുകൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റേണ്ടതാണ്, കയറാൻ പറ്റേണ്ടതാണ്. പക്ഷെ അത് സെക്കൻഡ് ഫേസും തേർഡ് ഫേസും ഒക്കെ ആകുമ്പോൾ മാത്രമേ അത് നടക്കുകയുള്ളൂ. അദാനിക്ക് ഇതൊരു വലിയ ഡീലാണ്. പക്ഷെ അദാനിയെ പോലെ അവരുടെ എക്സ്പെർട്ടൈസിന് നമ്മൾ ആ പ്രൈസ് കൊടുത്തു എന്ന് ഓരോ മലയാളിയും വിചാരിച്ച് സന്തോഷിച്ചാൽ മതി. സത്യത്തിൽ ഇതൊന്നുമല്ലാതെ ഗവൺമെൻറ് വേണമെങ്കിൽ ഒരു 200 കോടിയൊക്കെ മാസം ശമ്പളം കൊടുത്തുകൊണ്ട് ഒരാളെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ പോർട്ട് ഇതിനേക്കാൾ വേഗത്തിൽ നടന്നാലേ ചിലപ്പോൾ അതിനേക്കാൾ വലിയ ലാഭവും നമുക്ക് കിട്ടിയാൽ. ഈ 200 കോടി എന്നൊക്കെ പറഞ്ഞ് ഒരു മാസം ശമ്പളം എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് പല ബുദ്ധിമുട്ടുണ്ടാവും വിശ്വസിക്കാൻ. ഇപ്പം ഗൂഗിളിൻ്റെ CEO ആയിട്ടുള്ള സുന്ദർ പിച്ചയ്ക്ക് നമ്മൾ കൊടുക്കുന്ന സാലറി, അവർ കൊടുക്കുന്ന സാലറി 2480 കോടി രൂപയാണ് ഒരു കൊല്ലം. അപ്പോൾ അതുപോലെയൊക്കെ സാലറി കൊടുക്കാം. പക്ഷെ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച വിദഗ്ധനെ കൊണ്ടുവന്നതാണെങ്കിൽ പോലും 200 കോടി രൂപ സാലറി കൊടുക്കുന്നു, അല്ലെങ്കിൽ വേണ്ട 25 കോടി രൂപ സാലറി മാസം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ സമരങ്ങളുടെ പൂരമായിരിക്കും. കാരണം പാവപ്പെട്ടവരൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂല. അവർ വിചാരിക്കും ദൈവം ഞങ്ങൾക്ക് ഡെയിലി 1500 രൂപ 2000 രൂപ കൂടിയോ എന്നൊക്കെ കിട്ടുമ്പോൾ ഇവിടെ 25 കോടി, ഇതെന്ത് പോക്കൃത്തരാണ്, ഒരു ദിവസം 1 കോടി എന്നൊക്കെ ആളുകൾ എന്ത് ചെയ്യും വിചാരിക്കും. അതുകൊണ്ട് അതാണ് ഇതിൻ്റെ ഫാക്ട്. ഈ വിഴിഞ്ഞം പദ്ധതി വലിയൊരു സംഭവമായിട്ടാണല്ലോ എല്ലാവരും ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ഗുണം എങ്ങനെയാണ് കേരളത്തിന് ഉണ്ടാവുക? വിഴിഞ്ഞം പദ്ധതി വലിയൊരു സംഭവമാണ് സത്യത്തിൽ. കാരണം ഇന്ത്യയിലെ പോർട്ടുകൾ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ആകെയുള്ള പോർട്ടുകൾ ഏതാണ്ട് 15 പോർട്ടുകൾ, കൃത്യം കണക്കല്ല ഞാൻ പറഞ്ഞ ഒരു ഏകദേശ കണക്ക്, 15 വലിയ പോർട്ടുകളുണ്ട്. മദർഷിപ്പൊക്കെ വരാൻ പറ്റുന്ന രീതിയിലുള്ള, മദർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കണ്ടെയ്നറുകൾ അടങ്ങുന്ന വലിയ ഷിപ്പുകളാണ്. അപ്പോൾ ആ ഷിപ്പുകൾ ഞാൻ എൻ്റെ കണക്കിലേക്കും ടെക്നിക്കൽ കാര്യങ്ങളിലേക്കും പോകുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ഷിപ്പുകൾ വരാൻ പറ്റുന്ന പോർട്ടുകൾ ഏതാണ്ട് 15 എണ്ണമേ ഉള്ളൂ. ഏതാണ്ട് 150-ലധികം വരുന്ന ചെറിയ പോർട്ടുകളുമൊക്കെ നമുക്ക് ഇന്ത്യ രാജ്യത്തുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മളൊരു OLX-ലൂടെ അല്ലെങ്കിൽ ആമസോണിലൂടെ നമ്മളൊരു കാര്യം ഓർഡർ ചെയ്യുന്നു, നമ്മളതിന് ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ടി വരാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ട? പലപ്പോഴും 500 രൂപയുടെ സാധനത്തിൽ പോലും 199 രൂപയൊക്കെ ഷിപ്പിംഗ് ചാർജാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ ട്രേഡ് നടക്കുന്നത് നമുക്കറിയാത്ത, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം, ലോകത്തിലെ ഗ്ലോബൽ ട്രേഡ് നടക്കുന്നതിൻ്റെ ഏതാണ്ട് 90% കടലിലൂടെയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മളിപ്പോൾ ഫ്ലൈറ്റുകളിലൂടെ ആളുകൾ യാത്ര ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഫ്ലൈറ്റുകളിലൂടെ ഒരിക്കലും അത്ര വലിയ ചരക്ക് ഗതാഗതം നടക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ചരക്കുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് കടലിലൂടെയാണ് എന്നുള്ളത് കൊണ്ട് പോർട്ടുകൾ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലരൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് ചൈനയുടെ പോർട്ട്, ചൈനക്ക് പണി കിട്ടും. ചൈനക്കൊന്നും ഇത് പണി കിട്ടാൻ പോകുന്നില്ല. കൊളംബോ പോർട്ടിനും ചൈനക്കൊക്കെ ചെറിയ തോതിൽ ബാധിച്ചേക്കാം, പക്ഷേ വലിയ പണി കിട്ടാൻ പോകുന്നില്ല. ചൈനയുടെ ഏറ്റവും വലിയ വളർച്ചയ്ക്ക് നമുക്കറിയാമല്ലോ, ചൈന ലോകത്തേക്ക് മുഴുവൻ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. ആ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? കാരണം ലോകത്തിലെ ഏറ്റവും വലിയ, അതായത് ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് നടക്കുന്ന, കച്ചവടം നടക്കുന്ന പോർട്ടുകളുടെ നമ്പർ എടുത്താൽ അതിൽ 8-ൽ 6 ചൈനയിലെയാണ്. സിംഗപ്പൂർ പോർട്ടും സെക്കൻഡ് ഉണ്ട്. പിന്നെ തൊട്ടടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സൗത്ത് കൊറിയയിൽ ഏതോ പോർട്ടും മാത്രമാണ് ഉള്ളത്. അതായത് 8 എണ്ണത്തിൽ, ആദ്യത്തെ 8 എണ്ണത്തിൽ 6 ഷാങ്ഹായിലെ പോർട്ട് മുതൽ പിന്നീട് വേറെ നമുക്കിപ്പോൾ പറഞ്ഞ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില സ്ഥലങ്ങളടക്കമുള്ള നിരവധി പോർട്ടുകൾ, ആ പോർട്ടുകളിലൂടെയാണ് ഈ കച്ചവടം മുഴുവൻ നടക്കുന്നത്. അവരുടെ ഈ പറയുന്ന 115 മില്യണാണ് അവരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഏതാണ്ട് 20 മില്യണിൽ താഴെ മാത്രമേ ഇപ്പോഴും കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോർട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നത് തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഗുണം നമുക്ക് ചെയ്യും. ഒന്ന്. പിന്നെ വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രത്യേകത, വിഴിഞ്ഞം പോർട്ട് ഏറ്റവും കൂടുതൽ അടി കൊടുക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഊഹത്തിൽ കൊളംബോ പോർട്ടിനാണ്. കൊളംബോയ്ക്കും സിംഗപ്പൂരിനൊക്കെ അത് കുറച്ച് ബാധിച്ചേക്കാം.
കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു നാച്ചുറൽ പോർട്ടാണ്. ആ നാച്ചുറൽ പോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 10 നോട്ടിക്കൽ മൈൽ ദൂരെ കൂടി കപ്പൽ ചാലുകളുണ്ട്. അതായത് ഇൻ്റർനാഷണൽ സീ റൂട്ട് ഉണ്ട്. അതായത് അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇപ്പം നമ്മുടെ വീട് ഹൈവേ എന്നൊരു 500 മീറ്റർ അകത്താവുന്നതും 2.5 കിലോമീറ്റർ അകത്താവുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ലേ. നമുക്ക് ബസ് ഇറക്കി എന്ന് പറഞ്ഞ പോലെ ഇത് എളുപ്പത്തിൽ കപ്പലുകൾക്ക് എന്ത് ചെയ്യാം, വരാം. അപ്പം കപ്പലുകൾക്ക് 10 നോട്ടിക്കൽ മൈൽ ദൂരം, ഏതാണ്ട് ഒരു 15-18 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അത് തന്നെ വളരെ കുറച്ച് വ്യത്യാസമാണ്. പിന്നെ ആ നോട്ടിക്കൽ മൈലിൽ നിന്ന് നമുക്ക് അകത്തേക്ക് കയറ്റാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ 24 മീറ്റർ താഴ്ചയുണ്ട്, ആഴമുണ്ട്. അതായത് നാച്ചുറലി തന്നെ അത്ര വലിയ ആഴമുണ്ട്. സാധാരണ അത്ര ആഴം കിട്ടില്ല. ഇപ്പം മുംബൈ പോർട്ട് പോലും എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞാൽ 16.5 മീറ്റർ മാത്രമേ ആഴം ഉള്ളൂ. അപ്പം അങ്ങനെ ഇത് വളരെ ഈസിലി വന്ന് ഇതിനകത്തേക്ക് കയറാനും പാർക്ക് ചെയ്യാനും ഒക്കെ എളുപ്പത്തിൽ നടക്കുന്നൊരു കാര്യമാണ്. പലപ്പോഴും ഈ പല പോർട്ടുകളും മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിരന്തരമായി അവിടെ നിന്ന് മണ്ണ് മാറ്റി ഈ ആഴം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. ആഴം മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള വലിയ ഷിപ്പുകൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുള്ളൂ. വലിയ ഷിപ്പുകൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണമല്ലോ, 24,000 TU കണ്ടെയ്നറാണ്. 1 ടണ്ണാണ് TU എന്ന് പറയുന്നത്. അപ്പോൾ 24,000 അത്തരത്തിൽ ടണ്ണിൻ്റെയൊക്കെ ഭാരം വഹിക്കുന്ന കപ്പലുകളാണ് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പം അത്തരത്തിലുള്ള വലിയ കപ്പലുകൾക്ക് പോലും വന്നിറങ്ങാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമായി മാറാമായിരുന്നൊരു കാര്യമാണ്. ഇതിലെനിക്ക് വലിയൊരു വിമർശനമുള്ളത്, കേന്ദ്ര ഗവൺമെൻറ്റുകൾ പോലും ഇതിനകത്ത് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടില്ല. ഇപ്പോൾ മുംബൈയിൽ പണിയുന്നൊരു പുതിയ പോർട്ടുണ്ട്. അതായത് 75,000 കോടി രൂപ മുടക്കിയാണ് വാദ്ര എന്ന് പറയുന്ന ഒരു പോർട്ട് പണിയുന്നത്. ആ സത്യത്തിൽ അതിനേക്കാളൊക്കെ മുമ്പ് തന്നെ ഇത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി, കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടാലേ നടക്കുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ് ചുമതലയിൽ ഇത് അദാനിക്കൊന്നും കൊടുക്കാതെ തന്നെ ഈ പോർട്ട് ഗംഭീരമായി ഒരു 5,000 കോടി രൂപ മുടക്കി പണിതാൽ വരുമാനം കൊണ്ട് നമുക്ക് അടുത്ത ഘട്ടങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പണിയാൻ പറ്റും. അപ്പം അത്തരത്തിലുള്ള സാധ്യതകളെ ഇല്ലാതാക്കിയൊരു കാര്യം കൂടിയാണിത്. അതുകൊണ്ട് ഇതിൽ ചില ദുരൂഹതകളൊക്കെ ഉണ്ട്. ഇപ്പം ഇൻ്റർനാഷണൽ ബിഡിങ് ഈ പോർട്ടുകൾക്ക് വേണ്ടി നടത്തിയപ്പോൾ, അതായത് മറ്റേ ടെൻഡർ വിളിച്ചപ്പോൾ അതിൽ 3 കമ്പനികൾ യോഗ്യരാണെന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷെ പിന്നീട് 3 കമ്പനികൾ ഇങ്ങോട്ട് 2 കമ്പനികളും വന്നില്ല. പിന്നെ അദാനിയെ പോലും നമ്മൾ അങ്ങോട്ട് പോയി വിളിച്ചിട്ടൊക്കെയാണ് അദാനി വരുന്നത്. അപ്പോൾ അദാനി പോർട്ട് വരുന്നു. അദാനി ഇപ്പോൾ ഒരു മുദ്ര പോർട്ടടക്കം മറ്റു പല പോർട്ടുകളടക്കം ഇന്ത്യയിലെ വിവിധ പോർട്ടുകൾ കൈകാര്യം ചെയ്യുന്നത് അദാനിയാണ്. അതിനു മുൻപ് നമ്മൾ സൂം ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഇത് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ അന്നേരം ആ കമ്പനിയിൽ ഒരു ചൈനീസ് പൗരൻ ഡയറക്ടറായിട്ട് ഉണ്ട് എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് നമുക്ക് മിലിറ്ററി ക്ലിയറൻസ് ഒക്കെ കിട്ടാതിരിക്കുകയും അത് കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്ത്. അപ്പം നമ്മൾ ഒരുപാട് പുറകിലാണ് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, 1900 ഇപ്പോൾ പല പോർട്ടുകളും ഒരു 40-50 കൊല്ലങ്ങളായിട്ടൊക്കെ ലോകരാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും പോർട്ടുകൾ ഉണ്ട്. അവരെല്ലാം വളരെ ഞാനിപ്പോൾ ലിസ്റ്റൊന്നും പറയുന്നില്ല. ഇപ്പോൾ സിംഗപ്പൂർ പോർട്ടാണെങ്കിലും മറ്റു പോർട്ടുകളൊക്കെ ആണെങ്കിലും ഏതാണ്ട് പതിറ്റാണ്ടുകളായി, 20-30 പതിറ്റാണ്ടുകളായി ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം പോർട്ടുകളൊക്കെ ഉള്ള ആളുകൾ, ചെറിയ രാജ്യങ്ങൾക്ക് പോലും വലിയ പോർട്ടുകളുണ്ട് അവിടെ. അപ്പോൾ ആ രാജ്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ അത്ഭുതത്തോടുകൂടി നോക്കുന്നുണ്ടാകും, ഇവരിത് ഇപ്പോഴാണോ പണിയുന്നത്. ഡെവലപ്മെന്റ് ആണ് അതിൻ്റെ പിന്നിലുള്ള പ്രശ്നം. നമ്മുടെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ഒരു ഭാവനയുമില്ലാത്ത, വെറും വിവരമില്ലാത്ത ആളുകളാണ്. ഇപ്പോഴും ഈ പോർട്ട് വന്നതിൻ്റെ മുഴുവൻ പ്രയോജനവും നമുക്ക് കിട്ടണമെങ്കിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് അവർ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്നലെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഒരു കാര്യം, ഞാൻ അത്ഭുതപ്പെട്ടു ഈ സത്യം പറഞ്ഞാൽ ഇന്നലെ. കാരണം ഞാൻ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ MD ആൻഡോ ഉണ്ടല്ലോ, ആ MD ആൻഡോ വന്ന് ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ സാധാരണ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ രാഷ്ട്രീയത്തിൽ ആൻഡോ വന്നിരുന്നിട്ട് ഇത് എന്ത് പറയാനാണെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇന്നാണ് ഞാനിപ്പോൾ കേൾക്കുന്നത്, ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ്. അപ്പോൾ ആൻഡോനെ ഞെട്ടിച്ചു. ആൻഡോ മാത്രമാണ് അതിൽ കുറച്ചുകൂടി ഗൗരവമായ കാര്യങ്ങൾ ഇന്നലെ ആ ചർച്ചയിൽ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സാധാരണ ജേർണലിസ്റ്റുകളാണ്. ആൻഡോ അങ്ങനെ നമുക്കൊരു ജേർണലിസ്റ്റായിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ ആൻഡോ ആണ് അത് ശരിക്കും പറഞ്ഞാൽ മുട്ടിൽ മരമുറിയിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ബ്രദേഴ്സ് ഉണ്ടല്ലോ, അവരിൽ ഏറ്റവും ഇളയ ആളാണ് ആൻഡോ. അപ്പോൾ ആൻഡോ ആണ് കുറച്ചും കൂടി കാര്യം അതിനകത്ത് പറഞ്ഞത്. കാരണം
ഈ പോർട്ട് വരുന്നത് കൊണ്ട് കൂടിയാണ് നമ്മൾ 6 ലൈനുകൾ 6 ലൈനാക്കി ഹൈവേ ഡെവലപ്പ് ചെയ്തത് എന്നുള്ളതാണ് ആൻഡോ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഇപ്പോൾ 24,000 കണ്ടെയ്നർ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 24,000 കണ്ടെയ്നർ ഇപ്പോൾ ഒരു ഷിപ്പിൽ ഞാൻ പറഞ്ഞല്ലോ മദർ ഷിപ്പുകളിൽ അത്ര വരെയൊക്കെയുള്ള കണ്ടെയ്നറുകൾ വരും. അപ്പോൾ അത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ വന്നാൽ 24,000 ലോറികളാണ് ഇവിടെ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കെല്ലാം ഓടാൻ പോകുന്നത്. കാരണം ഇവിടെ വരുന്ന ചരക്കിൻ്റെ ഏതാണ്ട് 20% ആഭ്യന്തര യൂസിനാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോട്ടെ, നമുക്കൊരു 20,000 വന്നാൽ അതിൽ 5,000 കണ്ടെയ്നറുകൾ നമുക്ക് കേരളത്തിലോ തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ തെലങ്കാനയിലൊക്കെ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഓടുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുന്നതിന് അദാനിയുടെ പോർട്ട് കൂടി ആയതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഈ ഹൈവേ പണിതിട്ടു എന്നുള്ളതാണ് ആൻഡോ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. ഞാനും അത് നേരത്തെ ആലോചിച്ചിരുന്നൊരു കാര്യമാണ്. അത് ശരിയായിട്ടുള്ള കാര്യമായിരിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ ഹൈവേയുമായി പോർട്ട് കണക്ട് ചെയ്യുന്ന റോഡുകൾ പോലും നമ്മളിവിടെ കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ സ്പെഷ്യൽ എക്കണോമിക് സോൺ പോലെയുള്ള നിരവധി കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാം. ഹോട്ടൽ റൂമുകൾ കൂടുതലായി ഇവിടെ ആവശ്യം വരും, തിരുവനന്തപുരത്ത് ആവശ്യം വരും. അത് നമുക്ക് ചെയ്യേണ്ടതാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേണമെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഷിപ്പിംഗ് കമ്പനികൾ, അവരുടെ ആളുകൾ, ഇവരെല്ലാവരും തന്നെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു 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 ടോട്ടൽ പ്ലാനിങ് നമ്മൾ പലപ്പോഴും നടത്തുന്നില്ല. അത് സത്യത്തിൽ ഇപ്പം നമുക്ക് അതിൽ നിന്ന് ഇപ്പോൾ 1 രൂപ കിട്ടില്ല 15 കൊല്ലത്തേക്ക്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേരള ഗവൺമെൻറ് ഒരു കൃത്യമായ പ്ലാനിങ് നടത്തിയാൽ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ ആൻഡോ ഇത്രമാത്രം പറഞ്ഞുള്ളൂ ഈ ഹൈവേയുടെ കാര്യം. പക്ഷെ ഞാനതിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു വികസനം എന്ന് പറയുന്നത് നമ്മളൊരു പ്രൊജക്റ്റായിട്ടാണ് കാണുന്നത്, ഒരൊറ്റ പ്രൊജക്റ്റായിട്ടാണ്. അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. നമ്മളിപ്പോൾ എറണാകുളം എന്ന് പറയും, നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൗൺ പ്ലാനിങ് ഉണ്ട്. അതായത് നിങ്ങളൊരു വലിയ ടൗൺ എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്നുള്ളതിന് കൃത്യമായി അവിടെ വീടുകൾ എങ്ങനെയാണ് വെക്കേണ്ടത്, അവിടെ ഹെറിറ്റേജ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കടമുറികൾ പണിയേണ്ടത്, എങ്ങനെയാണ് നമ്മൾ റോഡുകൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് ടോട്ടലി ഉള്ളൊരു പ്ലാനിങ് അത് വളരെ ആവശ്യമാണ്. അതൊന്നും നമുക്ക് തിരുവനന്തപുരത്ത് നടന്നിട്ടില്ല. സത്യത്തിൽ അങ്ങനെ തിരുവനന്തപുരത്ത് സാധ്യമാകുന്ന രീതിയിൽ ഈ വിഴിഞ്ഞം പോർട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഒന്നുകൂടി റീവർക്ക് ചെയ്യേണ്ടതാണ്. ആര്? കേരള ഗവൺമെൻറ് ചെയ്യുമെന്ന് നമുക്കൊരു പ്രതീക്ഷയില്ല. കാരണം നമ്മുടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ വൈറ്റിൽ അങ്ങ് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വൈറ്റിലെ ടൗൺ അങ്ങോട്ട് തനിയെ ഡെവലപ്പ് ചെയ്യും. അല്ലാതെ അതിൻ്റെ ചുറ്റുപാടുകളോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ തകർന്നുപോയ ഒരുപാട് പരിപാടികളുണ്ട്. നമുക്കിപ്പോൾ കണ്ടെയ്നർ ടെർമിനൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ബിസിനസ്സും നടക്കുന്നില്ല. അത് പണിത് വെച്ചുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പിന്നെ ആകെ ജനത്തിനുള്ള പ്രയോജനം അത് കണ്ടെയ്നർ റോഡ് എന്ന് പറഞ്ഞ റോഡ് പണിതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായി. ഗോശ്രീ പാലങ്ങൾ പണിതുകൊണ്ട് അതുവഴി ഇപ്പോൾ വൈപ്പിലൊക്കെ പോകാം എന്നുള്ളതാണ് നമുക്കുള്ള പ്രയോജനം. രണ്ടാമത്തെ, ഇനി സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. ഹബ്ബ് നമ്മൾ പണിതു, വൈറ്റില മൊബിലിറ്റി ഹബ്ബ്. അതിൻ്റെ സൈഡ് റോഡ് പണിതില്ല. അതുകൊണ്ട് സത്യത്തിൽ ഇപ്പോൾ ബസ്സൊക്കെ അതുവഴി പോകുമ്പോൾ ഒരു ബൈക്കുകാർ പലപ്പോഴും വീട്ടിലെത്തുന്നത് ദൈവം സഹായിക്കുന്നതുകൊണ്ടാണ്. കാരണം അവർ സമയം വൈകിട്ടുണ്ടാവും, പലപ്പോഴും ഒറ്റടിക്ക് ചീറിപ്പാഞ്ഞ് അതുവഴി എടുക്കും. അതിൻ്റെ സൈഡ് റോഡുകളൊന്നും നമ്മൾ എക്സ്പാൻഡ് ചെയ്തില്ല. അപ്പം ഇത്തരത്തിൽ ഇപ്പോൾ ഹൈവേയുടെ വികസനം പോലും നടക്കുന്നത് നമ്മളത് ഹൈവേ അതോറിറ്റി പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ സൈഡ് റോഡുകൾ ആദ്യം ക്ലിയർ ചെയ്യണം. ഇങ്ങനെ ഒന്നും ക്ലിയർ ചെയ്യാതെയാണ് നമ്മളുടെ വികസനം നടക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ഇത് നാളെ നമ്മൾ ഈ ഒരു ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും വലിയ പ്രശ്നമാണ്. കാരണം ഇപ്പോൾ ഷിപ്പിൽ വന്നിറങ്ങുന്ന കണ്ടെയ്നറുകൾ, ഇത്തരം ലോറികൾ, സ്വാഭാവികമായിട്ടും ലോറികളെല്ലാം വന്നിറങ്ങുമ്പോഴത്തേക്കും നമുക്ക് കാറുകൾ ഓടേണ്ടെന്ന് റോഡുകളിലൂടെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും ഒരുക്കാൻ നമുക്ക് സമയമുണ്ട്. കാരണം ഇപ്പോൾ ഇതൊരു ട്രയൽ റൺ മാത്രമാണ്. ഒരു മദർഷിപ്പ് വെറുതെ വന്ന് ഇറങ്ങിപ്പോയി എന്നേ ഉള്ളൂ. കുറച്ച് നാൾ മുമ്പ് ഏതാണ്ട് ക്രെയിൻ അവിടെ കൊണ്ടുവന്ന ക്രെയിൻ വന്നപ്പോഴാണ് നമ്മൾ ഒരു ലഡു വിതരണമൊക്കെ നടത്തി. അതായത് ക്രെയിൻ വന്നിരിക്കുന്നു, ക്രെയിൻ കൊണ്ടുവരുന്ന ഷിപ്പ് വന്നിരിക്കുന്നു, ആഹാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്ത് സന്തോഷിച്ചത്. നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ഗൗരവമായി ചർച്ച ചെയ്യരുത്. പകരം അർച്ചന ചോദിച്ചതുപോലെ ഇതിൻ്റെ അച്ഛൻ ആരാണ്, ഇതിൻ്റെ കുട്ടി ആണാണോ പെണ്ണാണോ, ഇനി വേറെ വല്ല ഹിതകരമല്ലാത്ത കാര്യങ്ങൾ അതിനകത്ത് നടന്നിട്ടുണ്ടോ എന്ന് മാത്രമാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ എല്ലാവരും തന്നെ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ അല്ലാത്തൊരു വാക്ക് കേട്ടത് ജേർണലിസ്റ്റ് അല്ലാത്ത ഈ പറയുന്ന പോലെ ആൻഡോ അഗസ്റ്റിൻ്റെ വായിൽ നിന്നാണ്. അതിനെ സത്യത്തിൽ എനിക്ക് ആ ചർച്ച കേട്ടാൽ പോലും എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഒരാളെങ്കിലും കുറച്ചുകൂടി കൃത്യമായി കാര്യം, അത് ആൻഡോ അങ്ങനെ ചിന്തിക്കാനൊരു കാര്യമുണ്ട്.
കാരണം ആൻഡോ ഇതിൻ്റെ ഒരു ബിസിനസ് ആംഗിൾ കൃത്യമായി നോക്കുന്ന ഒരാളായതുകൊണ്ടാണ് ആൻഡോ അങ്ങനെ ചിന്തിച്ചത്. നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. പിന്നെ ദുബായ് പോർട്ട് വരുന്നു, ബാക്കിയുള്ള രാജ്യങ്ങളിൽ പുറത്ത് വരുന്നു, ഇപ്പോൾ ചൈനയിലെ ഏറ്റവും വലിയ ഷാങ്ഹായ് പോർട്ട് വരുന്നു. ഈ പോർട്ടുകളൊക്കെ വളരെ പ്രൊഫഷണലി ആ രാജ്യത്തുള്ള ആളുകൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇതിനുള്ള മിടുക്കന്മാരില്ലാഞ്ഞിട്ടാണോ? ഇന്ത്യയിൽ ഇതുപോലെയുള്ള മിടുക്കന്മാരില്ലാഞ്ഞിട്ടാണോ? അല്ല, നമ്മൾ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇനി മറ്റൊരു പ്രശ്നമുള്ളത്, അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ഒരുപാട് മത്സ്യത്തൊഴിലാളികളുണ്ട്. ആ മത്സ്യത്തൊഴിലാളികൾ നമ്മൾ ഇതുവരെ കൃത്യമായി പുനരധിവസിപ്പിച്ചിട്ടില്ല. 400 കോടി രൂപ അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഈ നമ്മൾ എല്ലാ കാലത്തും എല്ലാ സമയത്തും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, CPM ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നാൽ കോൺഗ്രസ് അതിനെ എതിർക്കും. കോൺഗ്രസിൻ്റെ പക്ഷേ എതിർപ്പ് കുറച്ചുകൂടി ദുർബലമായിരിക്കും. കോൺഗ്രസ് ആണ് പ്രൊജക്റ്റ് കൊണ്ടുവന്നെങ്കിൽ CPM അതിനെ ഭീകരമായി എതിർക്കും. ആ സമരത്തോട് സമരമായിരിക്കും. CPM-കാർക്ക് പിന്നെ ബോധമില്ല, വെളിവില്ലാത്തവരാണ്. എന്താ കാര്യം വെച്ചാൽ, കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടറിനെ എതിർത്തവരാണ്. കമ്പ്യൂട്ടറിനെ ഇത് ഈ വിവരമില്ലായ്മ അല്ല, ഈ വിവരമില്ലായ്മയൊക്കെ ലോകത്ത് ഒരുപാട് നടന്നുണ്ട്. അതായത് മറ്റേ ബ്രിട്ടനിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, നമുക്ക് അറിയില്ല ശരിയാണോന്ന്. പക്ഷെ തീവണ്ടി വന്നപ്പോൾ മറ്റേ അതായത് തീവണ്ടി വരുമ്പോൾ കാളവണ്ടിക്കാർ സമരം ചെയ്തിട്ടുണ്ടോ, കുതിരവണ്ടിക്കാരൊക്കെ സമരം ചെയ്തിട്ടുണ്ട്. തീവണ്ടി വരരുത്. നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടില്ലേ, പാലം വരുമ്പോഴത്തേക്ക് കടത്തുവഞ്ചിക്കാർ സമരം ചെയ്യും. പാലം വരാതിരിക്കുമോ? പാലം വരാതിരിക്കൂല. അപ്പൊ അന്ന് പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ വൈകിലെ ജംഗ്ഷനിൽ നിന്നൊരു പ്രസംഗം കേൾക്കുകയാണ്. അത് ടി ശിവദാസ മേനോൻ എന്ന് പറയുന്ന മുൻ ധനമന്ത്രിയുണ്ട്, താങ്കളൊന്നും കേട്ടിട്ടുണ്ടാവില്ല. മുൻ ധനമന്ത്രിയുണ്ട്, CPM-ന്റെ നേതാവാണ് അദ്ദേഹം. ഒരു അധ്യാപകനായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അദ്ദേഹം വന്ന് വൈപ്പിൽ നിന്ന് പ്രസംഗിക്കുന്നൊരു വാചകം, ഞങ്ങൾ അന്ന് വന്നപ്പോൾ കമ്പ്യൂട്ടറിനെയൊക്കെ എതിർത്തു, ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് എന്തൊരു സുഖമാണെന്ന്, ഒരു സ്വിച്ച് ഇട്ടാൽ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയല്ലേ എന്നാണ്. സീരിയസ്ലി. അപ്പോൾ കമ്പ്യൂട്ടറിനെ എതിർത്തു. ഹോണ്ട കമ്പനി വന്നപ്പോൾ അതിനെ എതിർത്തു. പിന്നെ ഇവിടുത്തെ സഖാക്കന്മാരൊക്കെ തന്നെ ഹോണ്ട മറ്റേ കൈനറ്റിക് ഹോണ്ടയൊക്കെ മേടിച്ചു. എനിക്ക് തോന്നുന്നത് ചിലരെ കുറിച്ച് നമ്മളിപ്പോഴും കളിയാക്കാറുണ്ട്. അത് ഹോണ്ട സമരം ചെയ്യാൻ ഫ്രണ്ടിൽ പോയതാണ്, പക്ഷേ ലാസ്റ്റ് അവിടെ നിന്നൊരു കൈനറ്റിക് ഹോണ്ടയായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ഇപ്പോഴുള്ള ഹോണ്ട ആക്റ്റീവ് അല്ല, അതിന് മുമ്പ് കൈനറ്റിക് ഹോണ്ടയായിട്ട്. അങ്ങനെയുള്ള വെളിവില്ലായ്മകൾ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കേരള സമൂഹത്തിനും അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. വലിയ വരുമാനം കൊടുത്ത് ആർക്കെങ്കിലും പഠിക്കാൻ ഏൽപ്പിക്കുന്നതൊന്നും നമുക്കിഷ്ടം. നമ്മളിപ്പോൾ ഒരു 5 കോടി രൂപ എടുത്തിട്ട് വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് കൃത്യമായി ഒരാൾ ഒരു ടീമിനെ പഠിക്കാൻ ഏൽപ്പിച്ചു നോക്കട്ടെ, വൻ അഴിമതി ആരോട് വരും. എന്തിനാണ് 5 കോടി രൂപ? 500 രൂപ കൊടുത്താൽ പോരെ എന്ന് ചോദിച്ചു. 500 കൊടുത്തിട്ടൊന്നും ഈ നാട്ടിൽ വിവരമുള്ള ഒരാളെയും നിർത്താൻ പറ്റില്ല, കിട്ടില്ല. അത് എക്സ്പേർട്ടുകളാണ്. അത് ലോകത്ത് അവന് ഡോളറിൽ നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് ഇതെല്ലാം രഹസ്യമാക്കി വെക്കും. ഇപ്പോൾ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് പല കരാറും കൊടുക്കും, പക്ഷേ എല്ലാം രഹസ്യമായിരിക്കും. എന്ന് വെച്ചാൽ പുറത്തറിഞ്ഞപ്പോൾ വിവാദം. നമ്മുടെ ചീഫ് സെക്രട്ടറി കൊടുക്കുന്നത് 3 ലക്ഷം രൂപയല്ലേ, എന്തിനാണ് അയാൾക്ക് 5 കോടി രൂപ കൊടുക്കുന്നത് ഒരു മാസത്തേക്ക് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ സത്യം പറഞ്ഞ് നമ്മുടെ അടുത്ത ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞത് ഒരു IAS എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതി എടുത്തതേ ഉള്ളൂ. അല്ലാതെ അയാൾക്ക് പോർട്ട് അതോറിറ്റിയോ അല്ലെങ്കിൽ നാളെ ഷിപ്പിൻ്റെ ട്രേഡിങ്ങോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പം എനിക്ക് പോലും ഇതിനെക്കുറിച്ച് നമുക്ക് അത്ര ഡീപ്പായിട്ടുള്ള അറിവില്ല. പക്ഷെ നമ്മളൊരു സാധ്യത കാണും. ഒരു ഉദാഹരണത്തിന്, ഞാൻ ട്രിവാൻഡ്രത്തൊരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഞാൻ അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി, ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്, കഴിക്കാൻ വേണ്ടി ഞാൻ ചെന്നിരിക്കുമ്പോൾ ഒരാൾ എൻ്റെ ഓപ്പോസിറ്റ് വന്ന് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, എന്നെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് പുള്ളി ഓപ്പോസിറ്റ് വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ പരിചയപ്പെട്ടപ്പോഴത്തേക്കും അയാൾ ഒരു ലോജിസ്റ്റിക്സിൻ്റെയും ഇതുപോലെ ഷിപ്പിൻ്റെ ട്രേഡിൻ്റെയും ഒക്കെ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു മനുഷ്യൻ ആണ്. അപ്പോൾ ഞാനൊരു 10-15 മിനിറ്റ് അരമണിക്കൂറൊക്കെ എന്ത് ചെയ്ത്, സാധാരണ ഒരു 15 മിനിറ്റ് കൊണ്ട് കഴിച്ചിട്ട് നമ്മൾ പോരും. പക്ഷേ പുള്ളിയെ വന്നുകൊണ്ട് നമ്മൾ അരമണിക്കൂർ സംസാരിച്ചപ്പോഴാണ് ഇതിൻ്റെ വലിയ സാധ്യതകളെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ സാധാരണ ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളായിരിക്കും ഉണ്ടാവുക? ഈ നമ്മളുടെ ഒരു തോന്നൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വലിയ സംരംഭങ്ങൾ വരുന്നു. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ, സാധാരണ ജനങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് സാധ്യതകളുണ്ടാവും. ഓക്കെ, ഗവൺമെൻറ് കൂടി അതിന് കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ ഇപ്പോൾ ഇങ്ങോട്ട് ഉള്ള ടൂറിസം വർദ്ധിക്കാം. ഞാൻ പറഞ്ഞ ഇതെല്ലാം പോട്ടെ, ടൂറിസം എല്ലാം പോട്ടെ, ഒരുപാട് അതുമായി ചേർന്ന് ഒരുപാട് ചെറിയ ചെറിയ കച്ചവടങ്ങൾ എന്ത് ചെയ്യും വരും. ഇപ്പോൾ ഉദാഹരണത്തിന് വിഴിഞ്ഞം പോർട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിർമ്മിക്കുമ്പോൾ തന്നെ അവിടെ ഒരു
500 പേര് ജോലി ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും കുറഞ്ഞത് ഒരു 5 ചായക്കടകൾക്ക് 5 മീൽസ് കൊടുക്കുന്ന ഹോം മീൽസ് കൊടുക്കുന്ന വീടുകൾക്കൊക്കെ തന്നെ വലിയ സാധ്യതകളുണ്ട്. അവർ താമസിക്കാൻ പോകുന്ന അവിടെയാണ്. അവിടെ പത്രം ഇടുന്നവൻ മുതൽ പാല് വിൽക്കുന്നവൻ മുതൽ ബാക്കിയുള്ള ആളുകൾ മുതൽ അവരുടെ കച്ചവടം ഓട്ടോമാറ്റിക്കലി കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായി? ഇപ്പം നമ്മളിവിടെ ലുലു മാൾ എന്ന് പറയുന്ന ഒരു മാള് എടപ്പള്ളിയിൽ വന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ അതിനു മുമ്പ് എടപ്പള്ളി കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇപ്പം നിങ്ങൾ എടപ്പള്ളി ചെന്ന് നോക്കും, ലുലു മാളിൻ്റെ അകത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് ഒരുപാട് പേരുണ്ട്. അവിടെ മിക്കവാറും തിരഞ്ഞിരിക്കുന്നതായിരിക്കും ഫുഡ് കോർട്ടിൽ. പക്ഷെ ഏതാണ്ട് അതിൻ്റെ 3 ഇരട്ടിയോളം ആളുകൾ അതിൻ്റെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നവരുണ്ട്. അവിടെ ഇപ്പം എനിക്കറിയുന്ന സ്കൂപ്സ് എന്നൊക്കെ പറഞ്ഞ പാലാരിവട്ടത്തുള്ളൊരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ടായി. അപ്പോൾ അവരൊക്കെ സാധാരണ ഒരു 11 മണി 12 മണി വരെയൊക്കെ ഉള്ളവരാണ് പാലാരിവട്ടത്ത്. അപ്പോൾ അവരുടെ ഷോപ്പ് ഇപ്പോൾ ഇവിടേക്ക് കിട്ടും, എവിടെ ലുലുവിൻ്റെ ഓപ്പോസിറ്റിലേക്ക് കിട്ടും. അവിടെ അവർ ഒരുപാട് സമയത്തോളം എക്സ്റ്റെൻഡ് ചെയ്ത് രാത്രി 2 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോഴും രാത്രി 2 മണിക്ക് ചെന്നാൽ ലുലുവിൻ്റെ ചുറ്റുപാട് നിന്ന് നമുക്ക് ഫുഡ് കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള വലിയ സാധ്യതകൾ ഇനി അതിൻ്റെ ശരിക്കും ലുലു കണക്ട് എന്ന് പറയുന്ന ഇലക്ട്രോണിക് ഷോപ്പ് ലുലുവിൻ്റെ അകത്തുണ്ട്. പക്ഷെ അതിനേക്കാൾ 20 ഇരട്ടി സെയിലുണ്ട് തൊട്ടടുത്തുള്ള മൊബൈൽ ഷോപ്പുകളിലെല്ലാം. ഞാൻ പറയുന്നത് തൊട്ടടുത്തുള്ള വേറെ ബ്രാൻഡഡ് ആയിട്ടുള്ള മൊബൈൽ ഷോപ്പുകളെല്ലാം ഉണ്ട്. സോ എങ്ങനെയാണ് ഹൗ ഇറ്റ് വാസ് ഡെവലപ്ഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ ഇരുന്ന് വളരെ കൃത്യമായി 50 പേർക്ക് കിട്ടുമെന്നല്ല, പലപ്പോഴും ഏറ്റവും കുറഞ്ഞത് ഒരു 5000-ഓ 10,000-ഓ പേർക്കെങ്കിലും ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇനി ഇതെല്ലാം പോട്ടെ, തിരുവനന്തപുരത്തുള്ള ഹോട്ടൽ ഇൻഡസ്ട്രിക്ക് വലിയ ബൂസ്റ്റാണ് നൽകാൻ പോകുന്നത്. കാരണം ഈ പറയുന്ന ഇങ്ങോട്ട് വരാൻ ഇവിടെ ഷിപ്പ് വരുന്നു, ഷിപ്പിൻ്റെ ക്ലിയറൻസിനുള്ള ആളുകൾ വരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇവിടുന്ന് പല വലിയ ഷിപ്പിംഗ് കമ്പനികളുടെയും ഉദ്യോഗസ്ഥർ ഇനി ട്രിവാൻഡ്രത്ത് വരുന്നു. 4-5 5 സ്റ്റാർ ഹോട്ടൽസ് മാത്രമേ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള വലിയ സാധ്യതകളുണ്ടാകുന്നു. ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ കൂടി കണ്ടിട്ടായിരിക്കും ഇപ്പോൾ ലുലുവിൻ്റെയൊക്കെ പല ഹോട്ടലുകളും ഒക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ടാവുക എന്ന് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ സാധ്യതകളാണ് മുന്നോട്ട് പലപ്പോഴും പോകുന്നത്. ഈ ഇന്ത്യയുടെ ഇക്കോണമിയെ ഇതെങ്ങനെയാണ് വർദ്ധിപ്പിക്കുക? ഇന്ത്യയുടെ ഇക്കോണമി എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മളൊരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നിന്ന് പുനരധിവസിപ്പിക്കേണ്ട ആളുകളുടെ കാര്യം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ ഇന്ത്യയുടെ ഇക്കോണമി ഇത് വല്ലാതെ ബൂസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ കാര്യം ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് മാത്രമല്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വലിയ പോർട്ട് വാദ്ര എന്ന് പറയുന്ന പോർട്ട് പണിയുന്നുണ്ട്. അത് ഏതാണ്ട് ഇതിനേക്കാൾ 5 ഇരട്ടിയോ 10 ഇരട്ടിയോ 20 ഇരട്ടിയോ ഒക്കെ കപ്പാസിറ്റിയുള്ള വലിയ പോർട്ടുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള പോർട്ടുകൾ വരിക അല്ലെങ്കിൽ ആ കാര്യത്തിലാണ് ഇന്ത്യ പലപ്പോഴും അത്ര മുൻപന്തിയിലെത്താത്തത്. ഇപ്പോൾ സൈനിക ശക്തിയുടെ കാര്യത്തിൽ, നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ബ്രിട്ടനെയും മറികടന്നാണ് കഴിഞ്ഞ തവണ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ 3ാമത്തേതാകും എന്ന് കേൾക്കുന്നു. ആകുന്നതിന് ഈ ഒരു കാര്യം കൂടി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേക്ക് ഒരു ഭയങ്കരമായ സംഭാവന ചെയ്യുന്നൊരു കാര്യമല്ല വിഴിഞ്ഞം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കൊളംബോ പോർട്ടിലേക്കൊക്കെ പോകുന്നതിൻ്റെ ബിസിനസ്സിൻ്റെ ഒരു 20% എങ്കിലും മിക്കവാറും ഇങ്ങോട്ട് വരാൻ, അല്ലെങ്കിൽ ഒരു 30-40% എങ്കിലും ചിലപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നേക്കാം. പിന്നെ ഈ പോർട്ടിൻ്റെയൊക്കെ കാര്യത്തിൽ നമുക്കറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷിപ്പുകൾ വൈകുന്നു എന്ന് പറഞ്ഞാൽ പോലും അത് വലിയ പ്രശ്നമാണ്. ഇപ്പം പല മദർഷിപ്പുകളെയും ഇപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു സീ റൂട്ടുണ്ട്, കപ്പൽച്ചാലുണ്ട് എന്ന് പറഞ്ഞാൽ ആ കപ്പൽച്ചാലിൽ നിന്ന് 200 കിലോമീറ്റർ 100 കിലോമീറ്ററൊക്കെ പോകേണ്ട പോർട്ടുകളുണ്ട്. അവിടെ വെച്ച് ഈ ഷിപ്പുകളെ ഉന്തിക്കൊണ്ടാണ്, അതായത് ചെറിയ കണ്ടുണ്ടാവും, അത് ചെറിയ ഷിപ്പുകൾ ഉന്തിക്കൊണ്ടാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ച് ഇത് വളരെ അടുത്തുള്ള ഒരു പോർട്ടാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പോൾ കൊച്ചി പോർട്ടിലൊരു ഉദ്യോഗസ്ഥൻ, ഞാൻ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ സുഹൃത്തായിരുന്നു, കൊച്ചി പോർട്ടിലെ വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. പോർട്ടിൽ നിന്ന് അദ്ദേഹം വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് പോകുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ പേടിച്ചിട്ടാണ്. ആ പേടി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മരിച്ചുപോയി, അതുകൊണ്ട് പറയുന്നതിന് കുഴപ്പമില്ല. അദ്ദേഹമാണ് ഈ ഷിപ്പുകൾ എപ്പോൾ കയറണം എന്ത് കയറണം എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഫൈനൽ അതോറിറ്റിയായി അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടിയിരുന്നു അവസാനം. പക്ഷെ അന്ന് പേടിച്ചിട്ട് അദ്ദേഹം അത് രാജിവെച്ച് പോകുന്നു എന്നാണ് അറിയുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഷിപ്പ് കയറാൻ, ഒരു ഷിപ്പിനെ മിനിമം ഒന്ന് തെറ്റിച്ച്, അതായത് ഒരു ഷിപ്പ് കയറാനായിട്ടുള്ള ഇപ്പോൾ 5 ദിവസം ഡിലേ വരും എന്നുണ്ടെങ്കിൽ അത് 2 ദിവസത്തെ ഡിലേ ആക്കി കൊടുത്താൽ മിനിമം ഇയാൾക്ക് 5 ലക്ഷം രൂപ കൈക്കൂലിയിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്താ വെച്ചാൽ
ഒരു ഷിപ്പ് അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം വെയിറ്റ് ചെയ്യുന്നതിന് ലക്ഷക്കണക്കിന് രൂപയാണ് ഈ പറയുന്ന ആർക്ക് കൊടുക്കേണ്ടത്, ട്രേഡ് ചെയ്യുന്നവർക്ക്. അതായത് ഇപ്പോൾ നമ്മുടെ ആണ് അതിൻ്റെ കണ്ടെയ്നറുകൾ മൊത്തമെങ്കിൽ നമ്മൾ ഒരു ദിവസം വൈകിയാൽ 2 ദിവസം വൈകിയാൽ തന്നെ ഒരു 50 ലക്ഷമോ 1 കോടിയോ 2 കോടിയോ ഒക്കെ എക്സ്പെൻസ് വരും. ഒന്ന് ഷിപ്പിലുള്ള ജോലിക്കാരെല്ലാവരുടെ ശമ്പളം, പ്ലസ് ഈ പറയുന്ന പോലെ അവിടെ കിടക്കുമ്പോൾ അവർക്ക് വേറൊരു ഇത് എടുക്കാൻ പറ്റില്ല, അതായത് വേറൊരു ചരക്കെടുക്കുന്നതിന് വേണ്ടി പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം 2 ദിവസം 5 ദിവസം മുമ്പേ ഒക്കെ കയറിയാൽ പോലും വലിയ രീതിയിലുള്ള വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ ചെലവിൻ്റെ കുറവ് ഈ ഷിപ്പുകൾക്കും ഷിപ്പിംഗ് കമ്പനികൾക്കും ഉണ്ടാവും. അതുവഴി ഈ കച്ചവടം നടത്തുന്നവർക്കൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ അഖിലേന്ത്യ ഇൻ്റർനാഷണൽ തലത്തിലേക്കൊന്നും പോകുന്നില്ല. പല ട്രേഡും ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ ചില ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ പോലും ഇപ്പം നമ്മൾക്ക് ഞാനിപ്പോൾ പറയുന്നില്ല, ഇപ്പോൾ താങ്കൾ അറിയേണ്ടത് സൂയസ് കനാൽ, അതുപോലെ തന്നെ മറ്റു പല ഇതിലൊക്കെ ഇപ്പോൾ ഈ കടൽ കൊള്ളക്കാരെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഈ ആക്രമിക്കുമ്പോൾ ആ റൂട്ടുകൾ തിരഞ്ഞെടുക്കാതെ മറ്റൊരു റൂട്ട് തിരഞ്ഞെടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? പ്രശ്നം ഈ ക്രൂഡ് ഓയിലിൻ്റെയും അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ പറയുന്ന ഐറ്റത്തിൻ്റെയൊക്കെ വില ഏതാണ്ട് 40% 50% കൂടും. കാരണം എന്താ? അത്രയും എക്സ്പെൻസ് കൂടും. ഒരു ദിവസം ഒരു ഷിപ്പ്, അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇത്ര 24,000 വരുന്ന ടൺ അടങ്ങുന്ന കണ്ടെയ്നറുകൾ വഹിക്കുന്ന ഒരു ഷിപ്പിൽ എത്ര ജോലിക്കാരുണ്ടാവും, എത്ര ആളുകളുണ്ടാവും, എത്രമാത്രം അതിന് ഫ്യൂല് വേണ്ടി വരും എന്നൊക്കെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ കുറച്ച് വേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന നമ്മുടെ ഈ പോർട്ട്. അത് തീർച്ചയായിട്ടും ഇന്ത്യയിലേക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള, ചെറുതല്ലാത്ത രീതിയിലുള്ള സംഭാവനകൾ നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ ഭയങ്കരമായൊരു നേട്ടമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഫസ്റ്റ് ഫേസാണ്. ഇനി അടുത്തത് കഴിയുമ്പോഴാണ് അവിടെ ഒരു 5 ഷിപ്പുകൾക്ക് ഒരുമിച്ച് കയറാനുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞ്, ഇപ്പോൾ ആദ്യത്തെ കഴിയുമ്പോഴാണ് കുറച്ചുകൂടി പണി നടന്നു കഴിയുമ്പോൾ 5 ഷിപ്പുകൾ ഒരുമിച്ച് കയറാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിയുമ്പോഴാണ് 30 ഷിപ്പുകൾ അറ്റ് എ ടൈം നമുക്ക് കയറാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ പോർട്ട് ഇപ്പോൾ നിർമ്മിച്ചതും അത് 10 വർഷം കഴിഞ്ഞാലേ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റോ അതിൻ്റെ ഒരു പ്രോഫിറ്റോ നമുക്ക് കിട്ടൂ എന്ന് പറയുന്നില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? പ്രോഫിറ്റ് കിട്ടുമെന്നല്ല പറയണത്. നമ്മുടെ കരാർ പ്രകാരം അർച്ചന അറിയേണ്ടത്, ഇത് കരാർ പ്രകാരമുള്ള കാര്യം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അർച്ചന അറിയേണ്ടത് അങ്ങനെയാണ് കരാർ. 15 കൊല്ലത്തേക്ക്, അതായത് അദാനി ഏതാണ്ട് 30% ക്യാഷ് മുടക്കുന്നുണ്ട്. ആ ക്യാഷ് മുടക്കുമ്പോൾ അതിന് 15 കൊല്ലത്തേക്കുള്ള വരുമാനം മൊത്തം അദ്ദേഹത്തിന് എടുക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് 1%, പിന്നെ അത് കൂടി 40 കൊല്ലം കഴിയുമ്പോൾ 25% എത്തും എന്നാണ് കരാർ എന്ന് പറഞ്ഞു കേൾക്കുന്നു. കരാർ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ് 60 കൊല്ലവും കൂടി കഴിഞ്ഞിട്ടേ പിന്നെ ഇത് എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. അപ്പം അത്ര സമയം അദാനിക്ക് വലിയ ഗുണമുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഏതാണ്ട് 2000 കുറച്ച് വളരെ ചെറിയ എമൗണ്ട് അദാനി ഇതിനകത്ത് പോർട്ടിൽ മുടക്കിയിട്ടു. സത്യത്തിൽ അതിനൊന്നും ആവശ്യമില്ല. ഇത് ഗവൺമെൻറ് തന്നെ മുടക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി തുറന്ന് നിങ്ങളോട് പറഞ്ഞാൽ ഇപ്പം 5 മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു 10 മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തില്ലെങ്കിൽ ഈ പോർട്ട് സുഖമായിട്ട് കേരള ഗവൺമെൻറ് തന്നെ കൊണ്ടുവന്നത്. പിന്നെ ഇപ്പോൾ കേരള ഗവൺമെൻറ് പണിയരുത്. കാരണം KSRTCയും ബാക്കിയുള്ള പരിപാടിയും ഒക്കെ എങ്ങനെയാണ് തുലക്കുന്നത് എന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ടിട്ട് വലിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് വലിയൊരു റിസ്ക് കൂടിയുണ്ട്. ഈ പോർട്ട് പ്രവർത്തിക്കാതിരുന്നാൽ പോലും ഇത് നടത്തുന്നവർക്ക് ചിലപ്പോൾ വലിയ വരുമാനം കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഇതിനകത്തുണ്ട്. അതെന്താ കാര്യം? ശ്രീലങ്കയിലെ കൊളംബോ പോർട്ടും അതുപോലെ തന്നെ സിംഗപ്പൂർ പോർട്ടും ബാക്കിയുള്ള പോർട്ടുകളൊക്കെ ചിലപ്പോൾ അത്തരത്തിലുള്ള ചില കളികൾ കളിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നിങ്ങൾ ഇതൊന്ന് എന്ത് ചെയ്താൽ മതി, ഇപ്പം KSRTC ചെയ്യുന്ന പോലെ നിങ്ങൾ നല്ല റൂട്ടിലൊന്നും നിങ്ങൾ സർവീസ് നടത്താതിരുന്നാൽ കാശ് തരാമെന്ന് പറയുന്നത്, പണിയെടുക്കാതിരുന്നാൽ കാശ് കിട്ടും. അതുപോലെ സത്യത്തിലുള്ള സാധ്യതകളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഈ തൊഴിലാളികളെ മാറ്റി പാർപ്പിക്കുക പറഞ്ഞല്ലോ, അതെന്താണ് സർക്കാർ അതിന്? ഇതേ മത്സ്യത്തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിക്കാൻ സർക്കാർ തീരെ അവരെ അവഗണിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ അവർക്കുള്ള ഫ്ലാറ്റുകൾ പണിതുകൊണ്ടിരിക്കുകയാണെന്ന് കേൾക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നത് നേരെ തിരിച്ചാണ്. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ മത്സ്യത്തൊഴിലാളികളെ മത്സ്യത്തൊഴിലാളികൾ എന്നല്ല, ഈ പുനരധിവാസം എന്ന് പറയുന്നതിന് ഗവൺമെൻറ് പുതിയ പ്രൊജക്റ്റ് കൊണ്ടുവരണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അർച്ചനയുടെ വീടെടുത്തു പോകും, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ക്യാമറ അജയുടെ വീടെടുത്തു പോകും എന്നൊക്കെ പറയും വിചാരിക്കുക. സത്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലവും സൗകര്യവും ഒക്കെ നോക്കിയിട്ട് ഗവൺമെൻറ് അതിനേക്കാൾ ഇരട്ടി ഫെസിലിറ്റിയും ഇരട്ടി സൗകര്യമുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കണം. ഇപ്പം സത്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജീവിച്ചു പോണവരാണ്. അവർക്ക് വേണ്ടി ഒരു ഗംഭീരമായ ഫ്ലാറ്റ് നിർമ്മിക്കുന്നു എന്ന് വിചാരിക്കും. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും വന്ന് കാണും, ഇതാണ് സാധനം, നിങ്ങൾ 3 സെൻറ്റിൽ ഇവിടെ ചെറിയൊരു വീട് വെച്ച് താമസിക്കുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു,
1500 സ്ക്വയർ 450 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണിതിട്ടിരിക്കുന്നു, എങ്ങനെയാണ് നിങ്ങൾ മാറണ അതോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവർ ഓടി പിറ്റേ ദിവസം രാവിലെ എന്ത് ചെയ്യും? ഇതങ്ങനെയല്ല നമ്മുടെ പരിപാടി. നമ്മുടെ പരിപാടി നിങ്ങൾ മാറിയോ പിന്നെ നിങ്ങൾ കഷ്ടത്തിലാവും എന്നുള്ളതാണ്. നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ മൂലമ്പള്ളിയിൽ ആളുകളെ മാറ്റി, ഈ കണ്ടെയ്നർ ടെർമിനലൊക്കെ വരുമ്പോൾ മൂലമ്പള്ളിയിൽ ആളുകളെ മാറ്റി ഗവൺമെൻറ് കൊടുത്ത സ്ഥലത്ത് ശരിക്കും വീട് വെക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നില്ല പഞ്ചായത്ത്. എന്താ കാര്യം എന്ന് വെച്ചാൽ അത് മറ്റേ യോഗ്യമല്ലാത്ത സ്ഥലമെന്ന് പറയണം. അപ്പോൾ അതിന് പകരം വളരെ കൃത്യമായി ഇപ്പം ഞാനാണ് മുഖ്യമന്ത്രിയെങ്കിൽ ഞാൻ ചെയ്യാൻ പോവുക 400 പേരെ മാറ്റണം എന്ന് ഞാൻ തീരുമാനിച്ചാൽ ആദ്യം തന്നെ ഇതിന് 400 കോടി മുടക്കിയാലും ശരി ഏറ്റവും ആദ്യം ഗംഭീരമായ ഫ്ലാറ്റുകളും വില്ലകളും പണിതിട്ടിട്ട് നിങ്ങളോട് വന്നിട്ട് പറയാണ്, ദേ ഇത് കാണ്, എങ്ങനെയാണ് ഇവിടെ ഇത് വേണോ അതോ അത് വേണോ എന്ന് ചോദിച്ചാൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ചെല്ലണതിന് മുമ്പ് അവർ ഗേറ്റ് ഇടിച്ചു പൊളിച്ച് അകത്ത് കയറി അവിടെ താമസം തുടങ്ങിക്കോളും. അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ് ഈ കാണുന്നത്. ഇപ്പോൾ എന്തോ ഫ്ലാറ്റൊക്കെ ഇത് ആദ്യം അവരെ മാറ്റുക, അവർ വാടകയ്ക്ക് താമസിക്കുമ്പോൾ 4000 രൂപ കൊടുക്കാമെന്ന് പറയുക, 5000 രൂപ കൊടുക്കാമെന്ന് പറയുക, അത് കൃത്യമായിട്ട് കൊടുക്കാതിരിക്കുക. ലാസ്റ്റ് അവർ സമരം നടത്തുക. സമരം നടത്തുമ്പോൾ നമ്മൾ ഫ്ലാറ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഘട്ടമായി ഇത് കണ്ടിട്ട് അവർക്ക് എന്താ കാര്യം? ഏറ്റവും ആദ്യം നിങ്ങൾ ഈ ഫ്ലാറ്റിന്റെ നിർമ്മാണം കഴിഞ്ഞ് കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയണു. ഇപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ അറച്ചോട് പറയാം, ഇതാണ് ഏതൊരു ഗവൺമെൻറ്റും ചെയ്യേണ്ടത്.